നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വരുന്ന സമ്മറിൽ യൂറോപ്പിലേക്ക് മടങ്ങണമെന്ന നെയ്മർ ജൂനിയറുടെ ആഗ്രഹം സാന്റോസ് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് 5 മാസത്തെ കരാറാണിപ്പോൾ അവർ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആകും വീണ്ടും. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഓഫർ ഉണ്ടെങ്കിൽ പോകാം. അതിന് ഒരു തടസ്സമാവില്ല സാന്റോസ്. ഇനി അതല്ല 2026 വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന് സാന്റോസിൽ തുടരണമോ അതിനും അവർ തയ്യാറാകും എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. അതായത് ഫ്ലെമിംഗോയിലേക്ക് എന്തുകൊണ്ട് നെയ്മർ പോയില്ല? ചിലർ പറഞ്ഞിരുന്നു ഫ്ലെമിംഗോയിലേക്ക് നെയ്മർ പോയേക്കുമെന്ന്. നെയ്മറും ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു എൻ്റെ സെക്കൻഡ് ഫേവററ്റ് ടീമാണ് ഫ്ലെമിംഗോ എന്ന്. പക്ഷേ ഫ്ലെമിംഗോയും നെയ്മറും തമ്മിൽ ഒരു നെഗോസിയേഷനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നെയ്മർ ജൂനിയർ തൻ്റെ കുട്ടിക്കാല ക്ലബ്ബായിട്ടുള്ള സാന്റോസ് തന്നെയാണ് തൻ്റെ തിരിച്ചുവരവിന് നല്ലത്. അവിടെ വലിയ പ്രഷറില്ലാതെ കളിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സാന്റോസിലേക്ക് നീങ്ങുന്നത്. അതേസമയം സാന്റോസിൻ്റെ ഭാഗത്ത് നിന്ന് അവരും കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയാണ്. നെയ്മറുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കില്ല. നെയ്മർക്ക് ഇപ്പോൾ അവർ കൊടുക്കുന്നത് 5 മാസത്തെ കരാറാണ്. അതായത് അടുത്ത ജൂൺ മാസം വരെയുള്ള കരാറ് മാത്രമാണ്. നമുക്കറിയാം ബ്രസീലിയൻ ലീഗിൽ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ ലീഗുകൾ പോലെയൊന്നുമല്ല. ഇപ്പം സാധാരണഗതിയിൽ യൂറോപ്പിലെ ലീഗുകൾ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് അവസാനത്തിലോ സെപ്റ്റംബർ തുടക്കത്തിലോ ഒക്കെ ആരംഭിച്ച് ജൂൺ മാസത്തിൽ അവസാനിക്കുന്ന രൂപത്തിലാണ്. അതേസമയം ബ്രസീലിലെ ലീഗുകൾ കലണ്ടർ വൈസാണ്. സോ കലണ്ടർ വൈസ് അടുത്ത ഡിസംബറിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് അവിടെ ലീഗ് ഉണ്ടാവുക. എന്നാലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരെ മാത്രമാണ് നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ കരാറ് കൊടുക്കാൻ പോകുന്ന 5 മാസക്കാലത്തെ കരാറ്. ജൂണോടുകൂടി അദ്ദേഹം വീണ്ടും ഫ്രീ ഏജൻ്റ് ആകും. നെയ്മർക്ക് യൂറോപ്പിലേക്ക് പോകാം. ഇപ്പോൾ യൂറോപ്പിൽ ഈ ഒരു 5-6 മാസക്കാലം അദ്ദേഹം ബ്രസീലിൽ മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ ഫ്രീ ഏജൻ്റായി നിൽക്കുന്ന നെയ്മർക്ക് അപ്പോൾ 33 വയസ്സേ ഉള്ളൂ. 33 വയസ്സുള്ള നെയ്മർ ജൂനിയർക്ക് ഒരു പക്ഷേ യൂറോപ്പിൽ നിന്ന് നല്ല ഓഫറുകൾ വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ യൂറോപ്പിലേക്ക് പോകണമെന്ന് തന്നെയാണ് നെയ്മറുടെ ഡിസയർ. തൻ്റെ ആ ഒരു കരിയർ വീണ്ടും കരുപ്പിടിപ്പിച്ചെടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിന് തടസ്സം നിൽക്കില്ല. അതിനനുകൂലമായ രൂപത്തിലുള്ളൊരു കരാറാണ് ഇപ്പോൾ സാന്റോസ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.